ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഇപ്പോൾ ഓണത്തിൻ്റെ തിരക്കിലൊക്കെ ആയിരിക്കുമല്ലേ. ഞാനിവിടെ കുറച്ച് ഓണത്തിരക്ക് തന്നെയാണ്. ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു ഓണ റെസിപ്പി ആയിട്ട് തന്നെയാണ്. ഒരു നുറുക്ക് ഗോതമ്പിൻ്റെ പായസം ഉണ്ടാക്കുന്നത്. ഇത് വളരെ പെട്ടെന്ന് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ കുറേയധികം ഓണ റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ട്. കാണാത്തവരെല്ലാം കണ്ട് നോക്കുക. കമൻ്റ് ഇടാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുമ്പോൾ എല്ലാവർക്കും ഞാൻ എൻ്റെ പ്രത്യേക ഓണാശംസകൾ നേർന്നുകൊള്ളുന്നു. എല്ലാവരെയും ഓണം അടിച്ചു പൊളിക്കുക. പായസം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് ഗോതമ്പ് നുറുക്കാണ്. ഇത് 250 ml കപ്പാണ്. പായസം ഉണ്ടാക്കാൻ വേണ്ടി ഗോതമ്പ് നുറുക്ക് എടുക്കുമ്പോൾ റവ പോലെ തീരെ ചെറിയ ഗോതമ്പ് നുറുക്ക് എടുക്കാതെ ഇതുപോലെ കുറച്ച് തിക്കായിട്ടുള്ള ഗോതമ്പ് നുറുക്ക് എടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് വെള്ളം ഒഴിച്ചൊരു 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കണം. കഴുകിയെടുത്ത ഗോതമ്പ് നുറുക്കിലെ വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം വെള്ളം പോകാനായിട്ട് നമുക്ക് ഇതുപോലുള്ളൊരു അരിപ്പപാത്രത്തിലേക്ക് ഇട്ട് കുറച്ച് സമയം മാറ്റി വെക്കാം. ഇത് പായസത്തിന് ആവശ്യമായ ശർക്കരയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 500 ഗ്രാം ശർക്കരയാണ്. അത് നമുക്കൊരു സോസ് പാനിലേക്ക് ഇട്ടതിന് ശേഷം 2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി സോസ് പാൻ സ്റ്റവിൽ വെച്ച് ഇതൊന്ന് നന്നായിട്ട് ഉരുക്കിയെടുക്കാം. ശർക്കര സ്റ്റവിൽ വെച്ച് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കട്ടയില്ലാതെ ഒന്ന് അലിയിച്ചെടുക്കണം. ഇപ്പോൾ ശർക്കരയിൽ കാണുന്ന പോലെ നന്നായിട്ട് ഉരുകിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇത് പായസത്തിന് ആവശ്യമായ തേങ്ങാപ്പാലാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 കപ്പ് 2ാം പാലും 1 കപ്പ് നല്ല കട്ടിയുള്ള 1ാം പാലുമാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ ഒരു 2.5 കപ്പ് തേങ്ങാപ്പീര മിക്സിയിലിട്ട് അടിച്ചിട്ടാണ് തേങ്ങാപ്പാൽ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തേങ്ങാപ്പാൽ എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ടിന്നിൽ കിട്ടുന്ന കോക്കനട്ട് മിൽക്കോ അല്ലെങ്കിൽ കോക്കനട്ട് പൗഡർ ഇതിനു വേണ്ടി ഉപയോഗിക്കാം. പക്ഷെ ഇങ്ങനെ ഫ്രഷ് തേങ്ങ ഉപയോഗിച്ച് നമ്മൾ പായസം ഉണ്ടാക്കുമ്പോഴാണ് അത് നല്ല ടേസ്റ്റ്. പായസം ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു പ്രഷർ കുക്കർ ചൂടാക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നല്ലതുപോലെ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് വെള്ളമെല്ലാം കളഞ്ഞു വെച്ചിരിക്കുന്ന ഗോതമ്പ് നുറുക്കും കൂടി ഇട്ട് കൊടുക്കാം. ഗോതമ്പ് ചേർത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇപ്പം ഗോതമ്പൊക്കെ മൂത്തൊരു നല്ല മണം വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്കൊരു 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ വെള്ളമെല്ലാം തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പ്രഷർ കുക്കർ മൂടി ഈ ഗോതമ്പ് ഒന്ന് വേവിച്ചെടുക്കണം. പ്രഷർ കുക്കർ സ്റ്റവിൽ വെച്ചതിന് ശേഷം ഒരു 3-4 വിസിൽ വരുന്നത് വരെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഈ ഗോതമ്പ് ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഒരു 4 വിസിലെല്ലാം വന്നു കഴിഞ്ഞ് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് സ്റ്റീം പോകാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ കുക്കറിന്റെ സ്റ്റീം എല്ലാം പോയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഗോതമ്പ് ഈ കാണുന്ന പോലെ നല്ല പാകത്തിനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. പായസം ഉണ്ടാക്കാനായിട്ട് നമുക്കിവിടെ ഒരു ഉരുളി ചൂടാക്കാൻ വെക്കാം. ഇതിലേക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര നമുക്കൊന്ന് അരിച്ചതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, അരിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ശർക്കരയിൽ ചെറിയ കല്ലും മണ്ണും എല്ലാം കാണും. ശർക്കരയിലേക്ക് ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന ഗോതമ്പ് നുറുക്കും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിന് ഒരു നല്ല മണമൊക്കെ വന്നിട്ട് നെയ്യുടെയും ശർക്കരയുടെയൊക്കെ. ഇത് കുറച്ച് സമയം നമ്മൾ നന്നായിട്ട് ഈ നെയ്യിലും ശർക്കരയിലും ഇട്ടൊന്ന് വരട്ടിയെടുക്കണം. ഇളക്കിക്കൊണ്ടിരിക്കണം, അടിയിൽ പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഏകദേശം ഒരു 10 മിനിറ്റ് നമ്മൾ ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഗോതമ്പ് വഴറ്റാൻ തുടങ്ങിയിട്ട് 10 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 2ാം പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം.
വീണ്ടും ഇത് നന്നായിട്ടൊന്ന് തിളച്ച് പായസം ഒന്ന് കുറുകാൻ അനുവദിക്കണം. ഇപ്പോൾ രണ്ടാം പാൽ ചേർത്ത് കഴിഞ്ഞ് പായസം ഒന്ന് കുറുകി തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒന്നാം പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്നാം പാൽ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്നാം പാൽ ചേർത്തതിന് ശേഷം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇനി പായസം തിളക്കാനായിട്ട് അനുവദിക്കരുത്. നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യണം. ഇപ്പോൾ ഒന്നാം പാൽ ചേർത്ത് പായസം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 5 ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചുക്കോ അല്ലെങ്കിൽ ജീരകമൊക്കെ പൊടിച്ചത് ചേർക്കാം. പക്ഷെ ഞാനിവിടെ ഏലക്കപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതിനുശേഷം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കാൻ വെക്കാം. ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് ചേർത്ത് വറുക്കണം. തേങ്ങാക്കൊത്ത് ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്കും നമുക്കത് കോരി മാറ്റാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കശുവണ്ടി രണ്ടായിട്ട് മുറിച്ചതും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. കശുവണ്ടിയുടെ കളർ മാറി തുടങ്ങുമ്പോൾ അതിലേക്ക് കിസ്മിസും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ട് വറുത്തെടുക്കാം. മുന്തിരിയൊക്കെ ഒന്ന് നന്നായിട്ട് വീർത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് നമുക്ക് ഈ പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടി മുന്തിരി ആ നെയ്യോടുകൂടെ തന്നെ ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ വളരെ രുചികരമായ ഗോതമ്പ് പായസം റെഡിയായി കഴിഞ്ഞ് ഇത് നമുക്കൊരു സർവിങ് ബൗളിലേക്ക് മാറ്റാം. ഈ ഓണത്തിന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയറും കമൻറ്റും നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും ഇതുപോലുള്ള നല്ല റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു.